നമസ്തേ. ടാരോഡ് ഹീലിംഗ് വിത്ത് കൃഷ്ണബിന്ദു എന്ന ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾക്ക് ഇന്ന് ഡിവൈൻ നൽകുന്ന ഗൈഡൻസ് എന്താണെന്ന് നോക്കാം. ഫസ്റ്റ് തന്നെ ഇത് നിങ്ങൾക്കുള്ള റീഡിങ്സ് ആണ്. നിങ്ങളുടെ ജീവിത പുരോഗതിക്കും നിങ്ങൾ മുന്നോട്ടേക്കുള്ള യാത്രയെ ഗൈഡ് ചെയ്യാനും ഒക്കെയുള്ള റീഡിങ്സ് ആണ്. നിങ്ങളുടെ മനസ്സിൽ നിങ്ങൾക്ക് വേണ്ട മെറ്റീരിയലിസ്റ്റിക് ആകുന്ന കാര്യങ്ങൾ, കരിയർ, ഫിനാൻസ്, ജീവിത പുരോഗതി, ഫാമിലി ലൈഫിലെ സേഫ്റ്റി, എനർജി, ഇതിനൊക്കെ വേണ്ടിയിട്ടുള്ള റീഡിങ്സ് ആണ് നമ്മൾ ഈ ഡിവൈൻ എനർജി ആയിട്ട് എടുക്കുന്നത്. നിങ്ങളെ പ്രതിനിധാനം ചെയ്യുന്ന റീഡിങ്സ് ആണ്. തീർച്ചയായിട്ടും പ്രാർത്ഥിച്ച് നിങ്ങൾ ലൈക്ക് ചെയ്ത് തന്നെ നിങ്ങൾ എനർജിയെ കണക്റ്റ് ചെയ്യണം. നിങ്ങൾക്ക് റെസനേറ്റ് ആകുന്നതും നിങ്ങളുടെ ചോദ്യങ്ങൾക്കുള്ള മറുപടിയും കറക്റ്റായിട്ട് ലഭിക്കാനുള്ള എനർജിയാണ്. അപ്പം അത്രത്തോളം നിങ്ങൾ ഈ ഒരു റീഡിങ്സിൽ കണക്റ്റ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. അതുപോലെ ഇന്നത്തെ ദിവസം ഈ ഒരു റീഡിങ്സ് നിങ്ങളിലേക്ക് വന്നതിനും ഇതുപോലുള്ള ഒരു ഇൻഫർമേഷൻസ് കേൾക്കാൻ നിങ്ങൾക്ക് സാധിച്ചതിനും ആ ഒരു ഭാഗ്യം ഡിവൈൻ സൃഷ്ടിച്ചതിന് വേണ്ടിയിട്ട് തീർച്ചയായിട്ടും നിങ്ങൾ ഡിവൈനോട് നന്ദി പറയുക. താങ്ക് യു യൂണിവേഴ്സ് എന്നോ താങ്ക് യു ഏഞ്ചൽസ് എന്നോ, അതല്ലെങ്കിൽ നിങ്ങളുടെ എന്തെങ്കിലും ഒരു അഫർമേഷൻസ്, നിങ്ങളുടെ ഒരു സ്വപ്നം നിങ്ങൾ കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക കേട്ടോ. അതായത് നിങ്ങൾക്ക് സാമ്പത്തികം കിട്ടാനുണ്ടെങ്കിൽ, അല്ലെങ്കിൽ സാമ്പത്തികം നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ, ഏതെങ്കിലും ഒരു ജോബിനെ ഫോക്കസ് ചെയ്യുന്നുണ്ടെങ്കിൽ, നിങ്ങളുടെ ജീവിതത്തിൽ എന്തെങ്കിലും മാറ്റങ്ങൾ വരുത്തണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, നിങ്ങൾ എന്താണോ ആഗ്രഹിക്കുന്നത് ആ ഒരു കാര്യം എനിക്ക് ലഭിച്ചതിന് ആത്മാർത്ഥമായിട്ട് പറയട്ടെ. എനിക്ക് ആ ഒരു കാര്യം ഡിവൈൻ നൽകിയതിന് ഞാൻ ഡിവൈന് നന്ദി പറയുന്നു. താങ്ക് യു യൂണിവേഴ്സ്, താങ്ക് യു ഏഞ്ചൽസ് എന്ന് വളരെ ഹൃദയത്തിൽ തൊട്ട് തന്നെ നിങ്ങൾ കമൻറ്റിലാണെങ്കിലും നിങ്ങൾ ആ ഒരു അഫർമേഷൻസ് രേഖപ്പെടുത്തുക. ഇന്നലത്തെ കമൻറ്റ് ഞാൻ കണ്ടു, അത് എനിക്ക് ശരിക്കും ചിരിയാണ് വന്നത്. ഭർത്താവ് വന്നതിന് താങ്ക് യു, എനിക്ക് ആ ജോലി കിട്ടിയതിന് താങ്ക് യു. ഇങ്ങനെ അത് ആർക്കു വേണ്ടിയിട്ട്, ഞാൻ നിർബന്ധിച്ചത് കൊണ്ട് മാത്രം അതങ്ങ് പറഞ്ഞു എന്ന രീതിയിലാണ് കമൻറ്റ് എഴുതി വയ്ക്കുന്നത്. അങ്ങനെയല്ല അഫർമേഷൻസ് എഴുതേണ്ടത്. എൻ്റെ ജീവിതത്തിൽ ഞാൻ ആഗ്രഹിച്ച ഈ ഒരു കാര്യം എനിക്ക് നൽകിയതിന്, അത് അനുഭവിക്കുന്ന അത് കിട്ടിയ ആ ഒരു ഹാപ്പിനെസ് വേണം. എനിക്ക് നൽകിയതിന് ഞാൻ ഈ പ്രപഞ്ചത്തോട് 1000 നന്ദി പറയുന്നു. അല്ലെങ്കിൽ ഈ പ്രപഞ്ചത്തോട് ഞാൻ ഒരുപാട് കടപ്പെട്ടവനാകുന്നു. എനിക്ക് ഇത്ര രൂപ ലഭിച്ചതിന്, കടമെന്നൊന്നും എഴുതി ചേർക്കരുത്. ആ എത്ര രൂപയാണോ നിങ്ങൾക്ക് ബാധ്യതയുള്ള അത്രയും രൂപ കിട്ടിയതായിട്ട് നിങ്ങൾ സ്വപ്നം കാണണം. ഇന്ന ദിവസം കിട്ടിയതായിട്ട് സ്വപ്നം കാണണം. അഫർമേഷൻസിൽ അത് രേഖപ്പെടുത്തുക കേട്ടോ. അതല്ലാതെ നമ്മൾ ഈ ആരോ പറഞ്ഞ് നമ്മൾ നിർബന്ധിച്ച് ചെയ്യുന്ന പരിപാടി നിങ്ങൾ ചെയ്തിട്ട് യാതൊരു കാര്യവുമില്ല. നിങ്ങളുടെ ഹൃദയത്തിൽ തൊട്ട് നിങ്ങൾ അഫർമേഷൻസ് ആയിട്ട് കമൻറ്റിൽ എഴുതുക. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ ഒരാഴ്ചയ്ക്കുള്ളിൽ അല്ലെങ്കിൽ ഈ ഒരു മാസത്തിനുള്ളിൽ നിങ്ങളുടെ ജീവിതം മാറി മറിയും. അതിന് യാതൊരു സംശയവുമില്ല എന്ന് ഞാൻ എഴുതി ഒപ്പുവെച്ച് തരാം കേട്ടോ. ആത്മാർത്ഥതയോടെ എഴുതണം കേട്ടോ. എനിക്കത് എല്ലാവരുടെയും കമൻറ്റ്സ് ഞാൻ വായിക്കുന്നുണ്ട്. വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും എന്തോ പെട്ടെന്ന് അങ്ങ് തീർത്തു, ഞാനിത് ചെയ്തിട്ടുണ്ട്. അതിൽ കാര്യമില്ല കേട്ടോ. നമ്മൾ എന്ത് ചെയ്താലും അതിനകത്ത് നമ്മളുടെ ഒരു പൂർണ്ണത കൊടുക്കാൻ ശ്രമിക്കുക. വിശ്വാസത്തെ നിറയ്ക്കാൻ ശ്രമിക്കുക. ആത്മവിശ്വാസമാണ്. നമ്മളൊരു ക്ഷേത്രത്തിൽ പോയാലും പള്ളിയിൽ പോയാലുമൊക്കെ നമ്മളവിടെ വളരെയധികം ഏകാഗ്രതയോടെ പ്രാർത്ഥിക്കുന്നു, നമുക്ക് ഫലം ലഭിക്കുന്നു. അത് നമ്മുടെ വീട്ടിലിരുന്ന് ചെയ്താലും ലഭിക്കും. അവിടെ നമ്മൾ കൊടുക്കുന്ന പ്രയോറിറ്റിക്ക് അനുസരിച്ചായിരിക്കും നമുക്ക് കാര്യങ്ങൾ ലഭിക്കുക എന്നുള്ളത് മനസ്സിലാക്കുക ഫസ്റ്റ് തന്നെ കേട്ടോ. നമുക്ക് റീഡിങ്സിലേക്ക് കടക്കാം. ഇന്ന് ക്യൂൻ ഓഫ് പെൻറ്റിക്കിൾസിൻ്റെ എനർജിയാണ് വന്നിരിക്കുന്നത്. ഫോക്കസ് ചെയ്യാനാണ് പറയുന്നത് കേട്ടോ. നിങ്ങൾക്ക് സമ്പൽ സമൃദ്ധി വേണമെങ്കിൽ, ആ ഒരു കാര്യത്തെ ആഗ്രഹിക്കുന്നവർ, നിങ്ങൾ ഏത് കാര്യത്തിലാണോ നിങ്ങൾ കൂടുതൽ അട്രാക്റ്റഡ് ആയിട്ട് ഇരിക്കുന്നത്, അല്ലെങ്കിൽ നിങ്ങളുടെ ഉള്ളിൽ ആവശ്യമായിട്ട് തോന്നുന്ന കാര്യത്തെ നിങ്ങൾ ഫോക്കസ് ചെയ്യണമെന്നാണ് ഡിവൈൻ കാണിച്ചു തരുന്നത്. നിങ്ങളുടെ കഴിവ് പൂർണ്ണമായിട്ട് നിങ്ങൾ സമർപ്പിക്കണം. ഒരു മാനിഫെസ്റ്റേഷൻ എനർജിയിലേക്ക് വരണം. കണ്ടില്ലേ, നമുക്ക് ആ ഒരു അഫർമേഷൻസ് എഴുതിയാണെങ്കിൽ എല്ലാ ദിവസം എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം നിങ്ങളുടെ ജീവിതത്തെ മാറ്റിയെടുക്കാനായിട്ടാണ്. ഒരു വെള്ള പേപ്പറിൽ എഴുതി വെക്കാനൊക്കെ പറഞ്ഞാൽ അതൊന്നും നടപടിയില്ല. ഇതാ കേൾക്കുന്ന സമയത്തെങ്കിലും നിങ്ങൾക്ക് തോന്നുന്ന കമൻറ്റിലെങ്കിലും രേഖപ്പെടുത്താം ഇന്ന കാര്യം എന്ന് തോന്നി നിങ്ങൾ ചെയ്യട്ടെ എന്നോർത്ത് ഞാൻ പറയുന്നതാണ് കേട്ടോ. അപ്പോൾ ഇതിനകത്ത് പറയാനുള്ളത്, നിങ്ങൾ എന്ത് കാര്യമാണോ മനസ്സുകൊണ്ട് ആഗ്രഹിക്കുന്നത്, എവിടെ എത്തിച്ചേരണം, എന്ത് നേടിയെടുക്കണമെന്നാണോ നിങ്ങൾ ആഗ്രഹിക്കുന്നത്, ഏറ്റവും പ്രഷ്യസ് ആയ ഒരു എനർജി, ഒരു ഹെൽത്ത് ആൻഡ് വെൽത്ത് എനർജിയിലേക്ക് നിങ്ങൾക്ക് മാറണമെങ്കിൽ നിങ്ങൾ സ്ട്രോങ് ആയിട്ട് ആ ഒരു കാര്യത്തെ ഫോക്കസ് ചെയ്യുക. അതിനു വേണ്ടിയിട്ട് നിങ്ങളുടെ പൂർണ്ണമായി മുഴുവൻ കഴിവും ഉപയോഗിക്കുക എന്നാണ് കാണുന്നത്. അതായത് വളരെ സ്ട്രോങ് ആയിട്ട്
കൺട്രോൾ എനർജിയിൽ വരിക. നിങ്ങൾ പതറിപ്പോകരുത്. നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യം നിങ്ങളുടെ കയ്യിൽ ലഭിക്കണമെങ്കിൽ എന്നാണ് ഏഞ്ചൽസ് പറയുന്നത്. ഒരു പക്ഷേ തേർഡ് പാർട്ടി പ്രസൻസ് ഉള്ള ഒരു കാര്യമാവാം, ബന്ധങ്ങളാവാം, അല്ലെങ്കിൽ സാമ്പത്തികമാവാം, കരിയറാവാം. നിങ്ങളുടെ ജീവിതത്തിൽ മറ്റൊരു വ്യക്തിയുടെ അല്ലെങ്കിൽ മറ്റൊരു സാഹചര്യത്തിൻ്റെ പ്രസൻസ് കൂടി ഉണ്ട്. നിങ്ങൾക്കല്ലെങ്കിൽ മറ്റൊരിടത്തേക്ക് അത് മാറിപ്പോകാൻ സാധ്യതയുള്ള ഒരു സിറ്റുവേഷൻസിലാണ് നിങ്ങൾ ഫോക്കസ് ചെയ്ത് നിൽക്കുന്നത്. നിങ്ങൾക്കത് വേണമെങ്കിൽ നിങ്ങളത് മാനിഫെസ്റ്റിംഗ് ചെയ്ത് നിങ്ങളിലേക്ക് കണക്റ്റ് ചെയ്തെടുക്കുക, നിങ്ങൾ സ്വന്തമാക്കുക എന്നാണ് ഡിവൈൻ നമുക്കിവിടെ കാണിച്ച് തന്നിരിക്കുന്ന എനർജി കേട്ടോ. നെക്സ്റ്റ് നമുക്ക് വന്നിരിക്കുന്നത് 5 ഓഫ് പെൻറ്റിക്കിൾസിൻ്റെ എനർജിയാണ്. ഒരു ലോസ് എനർജി ഫീൽ ചെയ്യുന്നുണ്ട്. നിങ്ങളെ ആരെങ്കിലും ചീറ്റിംഗ് ചെയ്തിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങളിൽ നിന്നും ആരെങ്കിലും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ, നിങ്ങൾ ആ ഒരു സാഹചര്യത്തിലാണ് ഇപ്പോഴും ഫോക്കസ്ഡ് എങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളൊരു പേഴ്സണാലിറ്റി ചേഞ്ചിങ്ങിലേക്ക് വരണം. അതായത് നിങ്ങളൊരു സെൽഫ് റെസ്പെക്റ്റിലേക്ക് വരിക എന്നാണ് കാണുന്നത്. ഒരു പക്ഷേ പാസ്റ്റിലെ നിങ്ങളുടെ ഒരു പ്രവൃത്തിയുടെ ഫലമായിട്ടാവാം ആ ഒരു സിറ്റുവേഷൻസ് നിങ്ങളിൽ നിന്നും വിട്ടുപോയിരിക്കുന്നത്. സാമ്പത്തികം നിങ്ങളിലേക്ക് വന്നു ചേരേണ്ടതാവാം, അല്ലെങ്കിൽ നിങ്ങൾ ആഗ്രഹിച്ചൊരു കരിയർ നിങ്ങളിലേക്ക് വന്നു ചേരേണ്ടതാവാം, അതല്ലെങ്കിൽ നിങ്ങളിലേക്ക് കണക്റ്റ് ചെയ്യേണ്ട വ്യക്തി ബന്ധങ്ങളാവാം. നിങ്ങളിൽ നിന്നും ഇപ്പോൾ അകന്ന് നിൽക്കുന്ന ആ ഒരു സിറ്റുവേഷൻസിനെ നിങ്ങൾ ഫോക്കസ് ചെയ്യുന്നതിനേക്കാൾ പവർഫുള്ള് നിങ്ങളുടെ പേഴ്സണാലിറ്റീനെ ഒന്നും കൂടി നിങ്ങൾ ഡെവലപ്പ് ആക്കുക, മാറ്റം വരുത്തുക എന്നാണ് നമുക്ക് കാണിച്ചു തരുന്നത്. തീർച്ചയായിട്ടും ഇപ്പം നിങ്ങൾ എന്തിൻ്റെ പിന്നാലെയാണോ പൊയ്ക്കൊണ്ടിരിക്കുന്നത്, അതായത് നിങ്ങൾക്ക് കയ്യിലിരുന്നത് നഷ്ടപ്പെട്ടുവെങ്കിൽ, നിങ്ങൾക്ക് കിട്ടിയ ഒന്നിനെ നിങ്ങൾ നഷ്ടപ്പെടുത്തി, അല്ലെങ്കിൽ നിങ്ങൾക്ക് നഷ്ടപ്പെട്ടു പോയൊരു ബന്ധമായിക്കോട്ടെ, ആ സിറ്റുവേഷൻസിൽ ഒരു തകർച്ചേനെയാണ് കാണിക്കുന്നത്. അതൊരു ട്രാജഡി എനർജിയാണ്. അതിൻ്റെ പിന്നാലെ ഇപ്പം തൽക്കാലം നിങ്ങൾ പോകാതിരിക്കുക, നിങ്ങൾ വെയിറ്റ് ചെയ്യുക എന്നാണ് നമുക്ക് ആ ഒരു എനർജിയിൽ കാണുന്നത്. ഒരു പക്ഷേ നിങ്ങൾക്കത് ഇപ്പം ഈ ഒരു കറൻറ്റ് ടൈമിങ്ങിൽ അത് നിങ്ങൾക്ക് പോസിബിൾ അല്ല, നിങ്ങൾക്കത് നേടിയെടുക്കാൻ പറ്റില്ല. കാരണം മുൻകാലങ്ങളിൽ അതുമായിട്ട് കണക്റ്റ് ചെയ്തുള്ള പ്രവൃത്തികൾ ഒരു നെഗറ്റീവായിട്ടാണ് കാണുന്നത്. അപ്പോൾ ഇപ്പം നിങ്ങൾ അതിലേക്ക് ഫോക്കസ് ചെയ്യേണ്ട, അതൊന്ന് ചേഞ്ചായി വരുന്നവരെ വെയിറ്റ് ചെയ്യുക കേട്ടോ. 6 ഓഫ് കപ്സിൻ്റെ എനർജി വന്നിട്ടുണ്ട്. 6 ഓഫ് കപ്സിൻ്റെ എനർജി എന്ന് പറയുമ്പോൾ നിങ്ങളുടെ ചില ആഗ്രഹങ്ങൾ, ഒരു ഗിഫ്റ്റ്, അല്ലെങ്കിൽ നിങ്ങൾക്ക് അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള എന്തോ ഒരു ഗുഡ് ന്യൂസ് ഏതെങ്കിലും വ്യക്തിയിൽ നിന്നൊക്കെ ആവാം നിങ്ങളിലേക്ക് വന്നു ചേരാൻ പോകുന്നതായിട്ട് കാണുന്നുണ്ട്. ചിലപ്പോൾ നിങ്ങൾക്ക് ചൈൽഡ്ഹുഡ് കാലഘട്ടത്തിലെ ചില വ്യക്തി ബന്ധങ്ങളുടെ ഒരു പ്രസൻസ് ആയിരിക്കാം. അതല്ലെങ്കിൽ നിങ്ങൾക്കൊരു മീറ്റപ്പ് എനർജി ആവാം. ചിലപ്പോൾ പാസ്റ്റിലെ ഫ്രണ്ട്ഷിപ്പിൽപ്പെട്ട ആളുകളെയൊക്കെ ഒന്ന് കാണാൻ പറ്റുന്നൊരു സാഹചര്യം ഉണ്ടാകുന്നുണ്ടാവാം. എന്താണെങ്കിലും കുറച്ച് ഓൾഡ് എനർജിയിൽ നിൽക്കുന്ന വ്യക്തികളെ സംബന്ധിച്ച് നിങ്ങൾക്ക് ചില കൂടിക്കാഴ്ചകളുടെ, ചില ഗിഫ്റ്റുകളുടെ, ചില വ്യക്തികളുടെ പ്രസൻസിൻ്റെയൊക്കെ ഒരു എനർജി കണക്റ്റഡ് ആകുന്നുണ്ട്. ഒരു പക്ഷേ അതൊരു ജഡ്ജ്മെൻറ്റാണ്, ഒരു നീതി നടപ്പിലാക്കപ്പെടുന്നതായിട്ടാണ് കാണുന്നത് കേട്ടോ. നിങ്ങൾ ചിലപ്പോൾ നിങ്ങളുടെ മനസ്സിൽ കിടന്ന ഏതെങ്കിലും ഒരു കാര്യം, ഇമോഷണലി നിങ്ങൾക്കൊരു നീതി ലഭിച്ചിരുന്നെങ്കിൽ, ഒരു കമ്മ്യൂണിക്കേഷൻ ഉണ്ടായിരുന്നെങ്കിൽ, നിങ്ങൾ എപ്പോഴും മനസ്സുകൊണ്ട് ആഴത്തിൽ ആഗ്രഹിച്ചിരുന്ന ഒരു സിറ്റുവേഷൻസിൻ്റെ പ്രസൻസ് നിങ്ങളിലേക്ക് കണക്റ്റഡ് ആകുന്നതായിട്ടാണ് കാണുന്നത്. ഇന്ന് ഒരു പക്ഷേ ഒരു കോളോ മെസ്സേജോ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ പ്രിയപ്പെട്ട ഒരു വ്യക്തിയിൽ നിന്നും ഉണ്ടാകുമെന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. അതുപോലെ തന്നെ ചില ബന്ധങ്ങളെ കാണാനും, ചില കാര്യങ്ങൾ, പാസ്റ്റിലെ പല കാര്യങ്ങളും വീണ്ടും ഒന്ന് റിവൈൻഡ് ചെയ്ത് ഓർമ്മിക്കാനുമൊക്കെ ഉള്ള ഒരു സാഹചര്യവും നിങ്ങളുടെ ജീവിതത്തിലേക്ക് കണക്റ്റഡ് ആകുന്നുണ്ട്. കുറച്ച് ഓൾഡ് എനർജിയിൽ നിൽക്കുന്ന വ്യക്തികളുടെ സിറ്റുവേഷൻസിനെയാണ് നമുക്കിവിടെ അത് കാണാൻ സാധിക്കുന്നത് കേട്ടോ. അതുപോലെ തന്നെ ക്യൂൻ ഓഫ് വാൻഡ്സിൻ്റെ എനർജി വരുന്നുണ്ട്. ഒരു പക്ഷേ നിങ്ങളുടെ ഫ്യൂച്ചർ ലൈഫിലേക്ക് ഒരു തടസ്സം സൃഷ്ടിക്കപ്പെടുന്നുണ്ട് കേട്ടോ. നിങ്ങളുടെ ഫ്യൂച്ചർ പ്ലാനിങ്ങിനൊരു ബ്ലോക്കേജ് വരുത്തുന്ന ഒരു എനർജിയുടെ പ്രസൻസ് കാണുന്നുണ്ട്. നിങ്ങളോട് സ്നേഹം പ്രകടിപ്പിച്ച് നിങ്ങളുടെ കൂടെ നിൽക്കുന്ന ഒരു വ്യക്തിയാണ്, കരിയർ പാതയിലുള്ള വ്യക്തിയാവാം, ഒരു ഫെമിനിയൻ എനർജിയാണ്. വളരെയധികം സിമ്പിളായ, അല്ലെങ്കിൽ വളരെയധികം പോസിറ്റീവായിട്ട് നിങ്ങൾക്ക് ഒരിക്കലും തിരിച്ചറിയാൻ പറ്റാത്ത വിധം നല്ല പോലെ അഭിനയിക്കാൻ കഴിവുള്ളൊരു ലേഡിയുടെ പ്രസൻസ് നിങ്ങളുടെ ഫ്യൂച്ചർ പ്ലാനിങ്ങിനെ കുറിച്ച് അറിയുകയും അതിന് ബ്ലോക്ക് വരുത്താനുള്ള ശ്രമങ്ങൾ നടത്തുകയും ചെയ്യുന്നതായിട്ട് കാണുന്നുണ്ട്. തീർച്ചയായിട്ടും നിങ്ങൾ ചെയ്യേണ്ടത്, നിങ്ങൾ മറ്റുള്ളവർക്ക് വഴങ്ങി കൊടുക്കാതെ, അല്ലെങ്കിൽ മറ്റുള്ളവരോട് നിങ്ങളുടേതാകുന്ന കാര്യങ്ങൾ ഷെയർ ചെയ്യാതിരിക്കാൻ ശ്രമിക്കുക. തീർച്ചയായിട്ടും അത് നിങ്ങളുടെ ജീവിതത്തിൽ വലിയൊരു പാഠമായി തീരേണ്ടി വരും കേട്ടോ പിന്നീട്.
അതുകൊണ്ട് നമ്മളെ ചിരിച്ച് കാണിക്കുന്നവരെല്ലാം ചിരിച്ച് കാണിക്കുന്നവരാണ്, അല്ലെങ്കിൽ നമ്മളോട് ചേർന്ന് നിൽക്കുന്നവരെല്ലാം നമ്മളെ ചേർത്ത് പിടിച്ചിട്ടുണ്ട് എന്നുള്ള ഒരു തോന്നലിൽ നിന്നും നിങ്ങളെല്ലാവരും പുറത്ത് കടക്കണം. കാരണം അതൊരിക്കലും സാധ്യമല്ല കേട്ടോ, അസാധ്യമായൊരു കാര്യമാണ്. ഇനി മുന്നോട്ടേക്കുള്ള കാലങ്ങളിലും അത് അസാധ്യമാണ്. എല്ലാവരും ഉള്ളുകൊണ്ട് മറ്റൊരു വ്യക്തിത്വമുള്ളവരാണ് നമ്മളടക്കം എന്നുള്ളത് മനസ്സിലാക്കുക. നമ്മളുടേതാകുന്ന കാര്യങ്ങൾ, നമ്മളുടെ ഫ്യൂച്ചർ പ്ലാനിങ്, നമ്മളുടെ സ്വപ്നങ്ങൾ, നിങ്ങളുടെ ലക്ഷ്യബോധം, ഇതൊന്നും മറ്റുള്ളവരോട് ഷെയർ ചെയ്യാതെ നിങ്ങൾ പ്രവർത്തിച്ച് അത് പൂർണ്ണതയിലെത്തി കാണിച്ചു കൊടുക്കുക എന്നതാണ് നമുക്കിവിടെ കാണാൻ പറ്റുന്നത്. അതുപോലെ തന്നെ ഇമോഷണൽ പരമാകുന്ന ചില ബന്ധങ്ങളിൽ ഒരു പക്ഷേ തേർഡ് പാർട്ടി സിറ്റുവേഷൻസ് ക്രിയേറ്റ് ചെയ്യപ്പെടാൻ പോകുന്നതായിട്ട് കാണുന്നുണ്ട് കേട്ടോ. നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ ബേസ് ചെയ്താവാം, അതല്ലെങ്കിൽ നിങ്ങൾക്ക് കിട്ടേണ്ട ചില ആനുകൂല്യങ്ങൾ മറ്റൊരിടത്തേക്ക് മാറിപ്പോകുന്നതായിട്ടുള്ളൊരു സിറ്റുവേഷൻസ് കാണുന്നുണ്ട്. അതിനെ സംബന്ധിച്ച് ഒരു പക്ഷേ കോൺഫ്ലിക്റ്റുകൾ ഉണ്ടാവാം. ഒന്നിലധികം വ്യക്തികളെ ബേസ് ചെയ്തുള്ള പ്രോബ്ലംസിനെ നേരിടേണ്ടി വരുന്ന സിറ്റുവേഷൻസ് കാണുന്നുണ്ട്. ബാലൻസ് ചെയ്യുക കേട്ടോ, ആ ഒരു സാഹചര്യത്തെ ബാലൻസ് ചെയ്യുക. കാരണം നിങ്ങൾക്ക് അർഹതയുള്ളത് എന്താണെങ്കിലും അത് നിങ്ങൾക്കുള്ളതാണ്. നമുക്ക് അർഹതയില്ലാത്തത് മാത്രമേ നമ്മളെ വിട്ടുപോകൂ. അത് പണമായാലും കരിയറായാലും വ്യക്തികളായാലും എന്നുള്ളത് വ്യക്തമായിട്ട് അടിയുറച്ച് വിശ്വസിക്കുക. നമുക്കുള്ളത് നമ്മളിലേക്ക് തന്നെ തിരിച്ചു വരും. അത് പോയാലും അത് തിരിച്ചു വരുമെന്നുള്ള ആ ഒരു കാര്യം മനസ്സിലാക്കുക. മൈൻഡിനെ വളരെയധികം സ്ട്രോങ് മൈൻഡ് സെറ്റോടു കൂടി ജീവിതത്തെ ഫോക്കസ് ചെയ്യുക. സക്സസ്സിലെത്താൻ ശ്രമിക്കുക. വ്യക്തിബന്ധങ്ങളിലോ അല്ലെങ്കിൽ നമ്മളുമായിട്ട് കോൺഫ്ലിക്റ്റ് ഉണ്ടാക്കുന്ന ബന്ധങ്ങളിലോ നമ്മുടെ വീഴ്ചയെ കാത്തിരിക്കുന്ന ബന്ധങ്ങളിലോ ഒന്നും കണക്റ്റഡ് ആയിട്ട് നിൽക്കാതെ ആ സിറ്റുവേഷൻസിൽ നിന്നെല്ലാം മാറിക്കൊടുക്കാനുള്ള ഒരു മൈൻഡ് പവർ നിങ്ങൾ ക്രിയേറ്റ് ചെയ്യണം. സ്വയം മോട്ടിവേഷൻ എനർജിയിൽ വന്ന് നിൽക്കാൻ ശ്രമിക്കുക കേട്ടോ. ഹാങ്ക്ഡ് മാൻ്റെ എനർജി വന്നിട്ടുണ്ട്. നമുക്കിവിടെ ഒരു ഇതേപോലെ തന്നെ ഒരു എനർജിയാണ് വന്നിരിക്കുന്നത് കേട്ടോ. തേർഡ് പാർട്ടി പ്രസൻസ് ആണ്. നിങ്ങൾക്കവിടെ ഒരു സ്റ്റക്നെസ് ആണ്, ഒരു സാറ്റിസ്ഫൈഡ് അല്ലാത്ത ഒരു ബന്ധങ്ങൾ. എനിക്ക് തോന്നുന്നു ഒരു പക്ഷേ സൗഹൃദ ബന്ധങ്ങളിലായിരിക്കാം, അല്ലെങ്കിൽ റിലേഷൻഷിപ്പ് എനർജിയിലായിരിക്കാം. ഒരു സാറ്റിസ്ഫാക്ഷൻ കുറവുള്ള, അതായത് നിങ്ങൾക്കൊരു സംതൃപ്തി ഫീൽ ചെയ്യാത്ത സിറ്റുവേഷൻസിലാണ് നിങ്ങൾ കുറേ ആളുകൾ കണക്റ്റ് ചെയ്ത് നിൽക്കുന്നത്. അവിടെ നിന്ന് നിങ്ങളോട് പുറത്ത് കടക്കാനാണ് പറയുന്നത് കേട്ടോ ഡിവൈൻ. അതായത് നമുക്ക് പറ്റുന്നില്ല, നമുക്ക് പൊരുത്തപ്പെട്ടു പോകാൻ പറ്റാത്ത ഒരിടത്തും ഒരു സ്ഥലത്തും, അതിനിപ്പോൾ കരിയർ ആണെങ്കിൽ പോലും നിങ്ങൾ അവിടെ ഫോക്കസ് ചെയ്യരുത്. നിങ്ങൾ പുറത്തിറങ്ങുക. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ബ്ലെസ്സിങ്സ് ആണുള്ളത്. നമ്മൾ എവിടെയാണോ നമ്മളെ മാനസികപരമായിട്ട് സംതൃപ്തമല്ലാത്തത്, നമുക്കൊരു മാനസിക ഉല്ലാസം ലഭിക്കാത്തടുത്ത്, എവിടെയാണെങ്കിലും നിങ്ങൾ ആ സിറ്റുവേഷൻസിൽ നിന്ന് സഡൻ പുറത്ത് കടക്കുക. കുറച്ചൊന്ന് ചേഞ്ച് ചെയ്യുക, ഒന്ന് മാറി നിൽക്കാൻ ശ്രമിക്കുക. നിങ്ങൾക്കും മാറ്റങ്ങൾ മനസ്സിലാവും, നിങ്ങളെ മാറ്റി നിർത്തുന്നവർക്കും മാറ്റങ്ങൾ മനസ്സിലാക്കി കൊടുക്കാൻ ശ്രമിക്കുക കേട്ടോ. അപ്പോൾ അങ്ങനെയുള്ള ആ ഒരു സാറ്റിസ്ഫാക്ഷൻ അല്ലാത്ത ഒരു സിറ്റുവേഷൻസിൽ നിൽക്കുന്നവർ തീർച്ചയായിട്ടും ആ ബന്ധങ്ങളിൽ നിന്നോ ആ സാഹചര്യങ്ങളിൽ നിന്നോ പുറത്ത് കടക്കണമെന്നാണ് കാണുന്നത്. അതുപോലെ ഒരു ഹാർട്ട് ബ്രോക്കൺ എനർജി വരുന്നുണ്ട് കേട്ടോ കുറച്ച് ആളുകളിൽ. അതായത് പുതിയ എന്തെങ്കിലും റിലേഷൻഷിപ്പോ ബന്ധങ്ങളോ നിങ്ങളിലേക്ക് വരുന്നുണ്ടെങ്കിൽ, ഇമോഷണൽ പരമായിട്ട് നിങ്ങൾ എന്തിലെങ്കിലും വളരെയധികം മറന്ന് കണക്റ്റ് ചെയ്ത് നിൽക്കുന്നുണ്ടെങ്കിൽ സൂക്ഷിക്കണം. അവിടെ നിന്നൊരു ഹാർട്ട് ബ്രോക്കൺ, ഒരു ചതി മണക്കുന്നുണ്ട്. അത് ചിലപ്പോൾ പുതിയ ഒരു കാര്യത്തെ ബേസ് ചെയ്താണ്. പുതിയ എന്തെങ്കിലും ഒരു എന്താ പറയുക, പ്രോജക്റ്റ്, പാർട്ട്ണർഷിപ്പ്, ബിസിനസ് പോലെ എന്തെങ്കിലും ചെയ്യാൻ ആഗ്രഹിക്കുന്നുള്ളവരാണെങ്കിലോ, റിലേഷൻഷിപ്പിനെ ബേസ് ചെയ്താണെങ്കിലും, അല്ലെങ്കിൽ ലീഗൽ പരമായിട്ട് പോരാടുന്നവർ, എന്തെങ്കിലും ലീഗൽ പരമാകുന്ന പ്രശ്നത്തെ കണക്റ്റ് ചെയ്ത് പോകുന്നവരാണെങ്കിലും നമുക്കിവിടെ കാണാൻ പറ്റുന്നത് നിങ്ങൾക്കിടയിൽ ഒരു ഹാർട്ട് ബ്രോക്കൺ പ്രസൻസ് വരുന്നുണ്ട്. നിങ്ങൾക്കത് മനസ്സിലാക്കാൻ പറ്റാത്തത് ഇമോഷണലി വളരെ അറ്റാച്ച്ഡ് ആണ്. നിങ്ങൾ ആ സിറ്റുവേഷൻസിൽ വിശ്വസിച്ച് നിൽക്കുകയാണ്. പൂർണ്ണമായി നിങ്ങളെ സമർപ്പിച്ച് നിങ്ങൾ നിൽക്കുന്ന ഒരു വിശ്വാസം, അതായത് സക്സസ് ഉണ്ട് എന്ന്, അല്ലെങ്കിൽ ഇതിൽ നിന്നും വലിയൊരു മാറ്റത്തിലേക്കാണ് എന്ന് വിശ്വസിച്ച് നിൽക്കുന്നവർക്കാണ് ഈ ഒരു ഹാർട്ട് ബ്രോക്കൺ അല്ലെങ്കിൽ ഒരു ചീറ്റിംഗ് എനർജി കാണുന്നത്. തീർച്ചയായിട്ടും ശ്രദ്ധിക്കുക. കമ്മ്യൂണിക്കേഷൻ ക്ലിയറൻസ് വേണം. നല്ല ശ്രദ്ധയോടും വളരെയധികം വ്യക്തതയോടും കൂടി കമ്മ്യൂണിക്കേഷൻ നടത്തുക. തെറ്റിദ്ധരിക്കപ്പെടുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾക്കിടെ ഉള്ളിൽ ഒരു സംശയം ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ അതിനെക്കുറിച്ച് ക്ലിയർ ആയിട്ട് മനസ്സിലാക്കി തന്നെ അടുത്ത ചുവട് വയ്ക്കുക. ജസ്റ്റിസ് ആണ് വന്നിരിക്കുന്നത്.
തീർച്ചയായിട്ടും നീതി ലഭിക്കും കേട്ടോ. നിങ്ങൾക്ക് നീതി ഉണ്ട് എന്ന് തന്നെയാണ് കാണുന്നത്. തീർച്ചയായിട്ടും മുന്നും പിന്നും നോക്കാതുള്ള എടുത്തുചാട്ടം ഒന്ന് അവസാനിപ്പിക്കണം. നിങ്ങൾക്ക് കുറച്ച് ബാലൻസ് വരാനുണ്ട്. ഇംബാലൻസിങ് എനർജി, കൺഫ്യൂഷനൊക്കെ എടുത്തൊന്ന് മാറ്റുക. തീർച്ചയായിട്ടും നിങ്ങൾക്ക് നീതിയാണ് കാണിക്കുന്നത്, ജസ്റ്റിസാണ്. നമ്മൾ ചെയ്യുന്ന പ്രവൃത്തികളുടെ ഫലമാണ് പിന്നീട് നമ്മളെ തേടി വരുന്നതെന്ന് മനസ്സിലാക്കുക. വീണ്ടും 3 ഓഫ് കപ്സിൻ്റെ എനർജി വന്നിട്ടുണ്ട്. ബന്ധങ്ങൾ കണക്റ്റഡ് ആവുന്നുണ്ട്. പാസ്റ്റിലെ ചില എനർജികൾ റീയൂണിയൻ കണക്റ്റഡ് ആവുന്നുണ്ട് കേട്ടോ. നമുക്ക് ഇതിനകത്ത് വളരെ ശക്തമായിട്ട് കാണുന്നത് കുറച്ച് എഫേർട്ട് എടുത്ത ചില ബന്ധങ്ങളാണ് കേട്ടോ. നിങ്ങൾ കുറച്ച് എഫേർട്ട് എടുത്ത് ചില ബന്ധങ്ങളെ തിരിച്ചു പിടിക്കുന്നുണ്ട്. പാസ്റ്റിലെ ചില ബന്ധങ്ങൾ നിങ്ങളിലേക്ക് കണക്റ്റ് ചെയ്യുന്നുണ്ട്. ചിലരൊക്കെ അതിനുവേണ്ടി ഇച്ചിരി എഫേർട്ട് എടുത്തതായിട്ട് കാണാൻ സാധിക്കുന്നുണ്ട്. എഫേർട്ടിൻ്റെ ഫലം സക്സസ് ആണ് കേട്ടോ. അതായത് കാര്യങ്ങളെ ബാലൻസ് ചെയ്യാൻ പറ്റുന്നുണ്ട്. ടെമ്പറൻസ് എനർജിയാണ്. കൺഫ്യൂഷനിൽ നിന്നൊക്കെ പുറത്ത് കടക്കാനുള്ളൊരു യോഗം നിങ്ങളിലേക്ക് വരുന്നുണ്ട്. അതുപോലെ കുടുംബ ബന്ധങ്ങളിലൊക്കെ നല്ലൊരു ബാലൻസ് എനർജിയിൽ, സാമ്പത്തികപരമായിട്ടാണെങ്കിലും ഇമോഷണലി ആണെങ്കിലും മറ്റെല്ലാ രീതിയിലും ഒരു ലോങ് ടൈം സക്സസ്സിലേക്ക് നിങ്ങളുടെ ഫാമിലി, കുടുംബത്തിൻ്റെ എനർജിയെ കൊണ്ടുപോകാൻ സാധിക്കുന്നതായിട്ടാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. സ്റ്റാർ എനർജിയാണ് കേട്ടോ. ഫ്യൂച്ചർ സക്സസ് ആണ് നിങ്ങളെ തേടി വരാൻ പോകുന്ന ഒരു വലിയൊരു വിജയത്തിലേക്ക് നിങ്ങൾ കുതിക്കുകയാണ് കേട്ടോ. നമ്മുടെ ഈ എനർജിയിൽ കണക്റ്റഡ് ആയിരിക്കുന്ന വ്യക്തികൾ ഏകദേശം മാർച്ച് മാസം, ഡിസംബർ മാസക്കാരുടെയൊക്കെ എനർജി വളരെ സ്ട്രോങ് ആയിട്ടാണ് വിജയത്തിൻ്റെ പാതയിലേക്ക് നിൽക്കുന്നതായിട്ട് കാണാൻ സാധിക്കുന്നത്. ഏപ്രിൽ മാസത്തിൻ്റെ എനർജി കണക്റ്റഡായി നിൽപ്പുണ്ട്. നമുക്ക് ഏഞ്ചൽസ് നൽകുന്ന ഗൈഡൻസ് എന്താണെന്ന് നോക്കാം. ഫോർഗീവ്നെസ് ആണ് കേട്ടോ. നിങ്ങൾ എന്തെങ്കിലും ഒരു പുതിയ കാര്യം തുടങ്ങാനൊക്കെ ഇരിക്കുന്ന വ്യക്തികളാണെങ്കിൽ നിങ്ങൾക്ക് അതിനകത്ത് എന്തെങ്കിലും നെഗറ്റീവ് പ്രോബ്ലംസ് ഒക്കെ ഉണ്ടെങ്കിൽ, ആരുടെയെങ്കിലുമൊക്കെ ഒരു തടസ്സം, ശത്രുതയൊക്കെ ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഇമോഷണലി നിങ്ങളെ ആരെങ്കിലും ചീറ്റിംഗ് ഒക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ, സ്നേഹമൊക്കെ പ്രകടിപ്പിച്ച് കൂടെ നിന്ന് നിങ്ങളെക്കൊണ്ട് കാര്യം സാധിച്ചെടുത്തിട്ട് നിങ്ങളെ ചീറ്റിംഗ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഫോർഗീവ്നെസ്, അവിടെ അങ്ങ് ക്ഷമിച്ചേക്കാനാണ് പറയുന്നത്. സാമ്പത്തികപരമായിട്ടോ കരിയർ പരമായിട്ടോ ഒക്കെ നിങ്ങളെ ആരെങ്കിലും ചീറ്റിംഗ് ചെയ്തിട്ടുണ്ടെങ്കിൽ അവരോട് ക്ഷമിക്കുക കേട്ടോ. ചൂസ് എ ന്യൂ ഡയറക്ഷൻ എന്ന് പറയുന്നുണ്ട്. നിങ്ങൾ എന്തെങ്കിലും ഒരു ഫ്യൂച്ചർ പ്ലാനിങ്ങിലാണെങ്കിൽ, ജീവിതത്തിലൊരു മാറ്റം വരുത്തണം, ഒരു ഗ്രോത്ത് ഉണ്ടാകണം, പ്രോഗ്രസ് ആഗ്രഹിക്കുന്നുവെങ്കിൽ കറക്റ്റ് ഡയറക്ഷൻ ചൂസ് ചെയ്യുക എന്നാണ് പറയുന്നത്. വളരെയധികം ആലോചിച്ച് വ്യക്തവും കൃത്യവുമായിട്ട് കാര്യങ്ങൾ കാണുക കേട്ടോ. നോ നീഡ് ടു വെറി എന്നുകൂടി നമുക്ക് ഏഞ്ചൽസ് പറയുന്നുണ്ട്. നിങ്ങളുടെ അറിവിനെ, നിങ്ങളുടെ ഇൻറ്റ്യൂഷനെ നിങ്ങൾ ഒരിക്കലും സംശയിക്കേണ്ട കേട്ടോ. നിങ്ങളുടെ പവർഫുള്ളാകുന്ന ആ ഒരു എനർജീനെ നിങ്ങൾക്ക് തീർച്ചയായിട്ടും വിശ്വസിക്കാം. നിങ്ങളുടെ ഇന്നർ ഗൈഡൻസാണ് നിങ്ങൾക്ക് ഏറ്റവും നല്ല ഒരു വഴികാട്ടി എന്നുകൂടി നമുക്ക് കാണുന്നുണ്ട്. നിങ്ങൾ ഒരിക്കലും ഭയപ്പെടേണ്ട എന്നുള്ളൊരു എനർജിയാണ് കാണുന്നത്. ഇംപ്രൂവ് ഹെൽത്ത് എന്ന് പറയുന്നുണ്ട് കേട്ടോ. ട്രാവലിങ്ങിനോ മറ്റെന്തെങ്കിലും ഒരു ആക്ഷൻ എടുക്കാനായിട്ട് കുറച്ച് കഠിനാധ്വാനപരമായിട്ടൊക്കെ ഉള്ള കാര്യങ്ങൾക്ക് ഇറങ്ങിത്തിരിക്കുന്ന വ്യക്തികളാണെങ്കിൽ നിങ്ങൾ ഒന്ന് പോസിറ്റീവാണ്. ഇച്ചിരി മെഡിറ്റേഷൻസും കാര്യങ്ങളൊക്കെ ഒന്ന് ചെയ്യണം. ഈ ഇംപ്രൂവിങ് ഹെൽത്ത് എന്ന് പറയുന്നത് ശരിക്കും നമ്മളെ ഇമോഷൻസാണ് കേട്ടോ. നമ്മുടെ മനസ്സിനെ നമ്മളൊന്ന് പാകപ്പെടുത്തുക, പവർഫുള്ളാക്കുക എന്നതാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്ന എനർജി.